ഹായ് മലയാളീസ്, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, നിരവധി സൂപ്പർ സ്റ്റാറുകളുടെ ജീവിതം നമുക്ക് നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പരസ്പര സ്നേഹത്തിന്റെയും തിരിച്ചറിവുകളുടെയും ഒക്കെ പിന്തുണയിൽ ഒരാൾ മറ്റൊരാൾക്ക് കരുത്തും പ്രണയ ആശ്വാസവുമായി മാറിയ ദമ്പതികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെയും, അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ വിജയത്തിന്റെ പിന്നിൽ ഒരു പുരുഷനും ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് വെറുതെയൊന്നുമല്ല കേട്ടോ. സിനിമാ മേഖലയിലുമുണ്ട് ഇത്തരം താരദമ്പതിമാർ. അതിലൊന്നാണ് നടൻ മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ സുൽഫത്തിന്റെ ജന്മദിനമായിരുന്നു. 70 കഴിഞ്ഞ മമ്മൂട്ടിയുടെ സന്തൂർ വൈഫ് എന്ന് വേണമെങ്കിൽ പറയാല്ലേ. മമ്മൂക്കയ്ക്കൊപ്പം ആ ഒരു ലുക്ക് നിലനിർത്തി സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. മമ്മൂക്ക ഫാൻസിനെ പോലും അത്രയധികം അറിയാത്ത മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും പ്രണയകഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കാര്യം. നമുക്കറിയാം, പ്രണയിച്ച് വിവാഹം ചെയ്തവരല്ല മമ്മൂട്ടിയും സുൽഫത്തും. പക്ഷേ വിവാഹത്തിന് ശേഷം മമ്മൂട്ടിയെയും സുൽഫത്തിനെയും പോലെ പ്രണയിക്കാൻ മറ്റാർക്ക് കഴിഞ്ഞിട്ടുമില്ല. അതിന് സാക്ഷിയാണ് നമ്മുടെ മകനായ ദുൽഖർ സൽമാൻ. ഒരിക്കൽ ആ ഒരു പ്രണയത്തെക്കുറിച്ച് വാചാലനായിട്ടുണ്ട് ഈ ഒരു മകനായ ദുൽഖർ സൽമാൻ. മകൻ പറയുന്നത് ഇങ്ങനെയാണ്: വാപ്പച്ചി വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ഓരോ ഷോർട്ട് ബ്രേക്കിലും ഉമ്മച്ചിയെ വിളിക്കും. എത്ര ദൂരെ ആണെങ്കിലും അവർ എപ്പോഴും ഒരുമിച്ചാണ്. ഇത്രമാത്രം സംസാരിക്കാൻ എന്താണ് അവർക്കിടയിൽ എന്ന് ഞങ്ങൾക്ക് പോലും സംശയം തോന്നിയിട്ടുണ്ട്. അവരെ പോലെ പ്രണയിക്കാൻ എനിക്കും ഒരിക്കലും സാധിക്കില്ല എന്നാണ് ദുൽഖർ സൽമാൻ ഒരിക്കൽ പറഞ്ഞത്. അതുമാത്രവുമല്ല, താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പ്രണയം എന്ന് പറയുന്നത് തന്റെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ആണ് എന്നാണ് ദുൽഖർ സൽമാൻ പറയുന്നത്. എന്തായാലും വീട്ടുകാർ ഉറപ്പിച്ചു നടത്തിയ ഒരു വിവാഹം തന്നെയായിരുന്നു മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും വിവാഹം. ഒരു അഡ്വക്കേറ്റിനെയാണ് താൻ വിവാഹം കഴിച്ചത് എന്നാണ് സുൽഫത്തും പറഞ്ഞിരുന്നത്. തന്റെ ഭർത്താവ് ഒരു സിനിമാ ഭ്രാന്തനാണെന്നുള്ള സത്യം വിവാഹത്തിന് ശേഷമാണ് സുൽഫത്ത് പോലും അറിയുന്നത്. നിക്കാഹിന് ശേഷം മുഹമ്മദ് കുട്ടി സുൽഫത്തിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഒരു അഭിഭാഷകൻ മാത്രമല്ല, സിനിമാ നടൻ കൂടിയാണെന്ന്. പക്ഷെ സുൽഫത്ത് അത് വിശ്വസിച്ചിരുന്നില്ല. 2-3 സിനിമകളിൽ സാജൻ എന്ന പേരിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതും സുൽഫത്ത് തമാശയായിട്ട് തന്നെയാണ് കണ്ടത്. അവസാനം താൻ പുതുതായി അഭിനയിക്കുന്ന മേള എന്ന ചിത്രത്തിന്റെ സംവിധായകനെ വിളിച്ച് ഭാര്യ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നോട്ടെ എന്ന് മമ്മൂട്ടി അനുവാദം വരെ ചോദിക്കുകയുണ്ടായി. അങ്ങനെ സുൽഫത്തിനെയും കൂട്ടി നമ്മുടെ മമ്മൂക്ക മേളയുടെ സെറ്റിലും എത്തി. സിനിമയിൽ അഭിനയിക്കുന്ന നടൻ മാത്രമല്ല, സിനിമ എന്നാൽ മുഹമ്മദ് കുട്ടിക്ക് പ്രണയമാണ് എന്ന് സുൽഫത്ത് അവിടെ വെച്ചാണ് മനസ്സിലാക്കിയത്. സിനിമയെ ഹറാമായി കാണുന്ന മട്ടാഞ്ചേരിയിലെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന സുൽഫത്തിന് അന്നേ മുഹമ്മദ് കുട്ടിയുടെ ആ ഒരു ആഗ്രഹത്തിന് ഒരു വിലങ്ങിടാമായിരുന്നു. പക്ഷേ സുൽഫത്ത് അത് ചെയ്തില്ല. വക്കീൽ ഉദ്യോഗം നിർത്തി മുഴുവൻ സമയം സിനിമയ്ക്ക് പിന്നാലെ പോയപ്പോഴും ഭർത്താവിന്റെ ആഗ്രഹത്തിനോടൊപ്പം തന്നെയാണ് സുൽഫത്ത് നിന്നത്. മമ്മൂട്ടി എന്നാൽ മികച്ച നടൻ എന്നതിനപ്പുറം ഒരു പെർഫെക്റ്റ് ഫാമിലി മാൻ ആണെന്നാണ് എല്ലാവർക്കും അറിയാം. അദ്ദേഹം കുടുംബത്തിന് നൽകുന്ന ആ ഒരു പിന്തുണ അത്രയും വലുതാണ്. എന്തെന്നാൽ സുൽഫത്ത് അതുപോലെയാണ് മമ്മൂട്ടിയെ പരിഗണിച്ചത്. സിനിമയിൽ മിന്നിക്കയറുന്ന ആ ഒരു ടൈമില് മമ്മൂട്ടിയെ ചേർത്ത് പല ഗോസിപ്പുകളും വരാനും തുടങ്ങി. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സുൽഫത്തിന് പിന്നീട് സെറ്റുകളിലും മമ്മൂട്ടി കൂടെ കൂട്ടിയത്. എവിടെയൊക്കെ മമ്മൂട്ടിയുണ്ടോ അവിടെയൊക്കെ സുൽഫത്തും ഉണ്ടാകും. മകൻ സിനിമയിലേക്ക് വരണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോഴും സുൽഫത്ത് അത് തടഞ്ഞില്ല. വാപ്പയ്ക്ക് കൊടുത്ത അതേ പിന്തുണയും പ്രോത്സാഹനവും ദുൽഖറിന് സുൽഫത്ത് നൽകി. അതേസമയം നാട്ടു നടപ്പനുസരിച്ചായിരുന്നു 1979 മെയ് 6 മമ്മൂക്കയുടെയും സുൽഫത്തിന്റെയും വിവാഹം. LLB പഠനം കഴിഞ്ഞ് വക്കീലായി പ്രാക്ടീസ് ചെയ്യുകയും ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിക്കുകയും ചെയ്തു വരികയായിരുന്നു. 28ാമത്തെ വയസ്സിലായിരുന്നു മമ്മൂട്ടി വിവാഹിതനാകുന്നതും. ആദ്യം 1-2 പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞപ്പോഴാണ് 17കാരിയും അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്ന നമ്മുടെ സുൽഫത്തിനെ കാണാൻ മമ്മൂക്ക കുടുംബസമേതം പെണ്ണ് വീട്ടിലെത്തിയത്. ആദ്യം 1-2 പെണ്ണ് കാണലുകൾ കഴിഞ്ഞതിന് ശേഷം 3ാമതായാണ് സുലുവിനെ മമ്മൂട്ടി കാണുന്നത് തന്നെ. മമ്മൂട്ടിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ സുൽഫത്തിനെ അങ്ങ് ഇഷ്ടമായി. അധികം വൈകാതെ തന്നെ പരമ്പരാഗത മുസ്ലിം വിവാഹ ചടങ്ങുകൾ അനുസരിച്ച് സുൽഫത്ത് മമ്മൂട്ടി ജീവിത സഖിയുമായി. അന്ന് സുൽഫത്ത് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു. സുൽഫത്ത് പിന്നീട് പഠനം പൂർത്തിയാക്കിയെങ്കിലും ഡിഗ്രി പ്രവേശനം നേടിയിരുന്നില്ല. എന്നാൽ സുൽഫത്തിന്റെ വരവ് ഒരു ഭാഗ്യ നക്ഷത്രമായിട്ടാണെന്ന് തിരിച്ചറിയാൻ മമ്മൂട്ടിക്ക് പിന്നെ അധികം കാലം വേണ്ടി വന്നില്ല. വിവാഹം കഴിഞ്ഞ് 7ാം നാൾ സംഭവിച്ചത് നോക്കുമ്പോൾ അതിന് ഉത്തമ ഉദാഹരണമാണ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഭാഗ്യ നക്ഷത്രം ഉദിച്ചതുപോലെ തന്നെ വിവാഹത്തിന് മുൻപ് മമ്മൂട്ടി ചെയ്തതെല്ലാം ചെറിയ വേഷങ്ങളായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ് 7ാം നാൾ മേള എന്ന KG ജോർജ് ചിത്രത്തിൽ വിജയൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തിയത് കരിയറിലെ ഒരു വലിയ വഴിത്തിരിവിലേക്കായിരുന്നു. തൊട്ടടുത്ത വർഷം തൊട്ട് കൈ നിറയെ ചിത്രങ്ങളുമായിരുന്നു മമ്മൂട്ടിയെ തേടിയെത്തിയത്. 30ാം വയസ്സിൽ സുൽഫത്തിലൂടെ മമ്മൂട്ടി തന്റെ ഭാഗ്യം തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് വിവാഹത്തിന്റെ 3ാം വർഷം മകൾ സുറുമിയും 4 വർഷം കഴിഞ്ഞപ്പോൾ മകൾ ദുൽഖറും ജനിച്ചത്.
മമ്മൂട്ടി കുടുംബത്തിനോടൊപ്പം ചെന്നൈയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. സുറുമിയുടെയും ദുൽഖറിന്റെയും പ്രഥമ വിദ്യാഭ്യാസം അവിടെ തന്നെയായിരുന്നു. പിന്നീടാണ് കൊച്ചി പനമ്പള്ളി നഗറിലേക്ക് മാറിയത്. ഇരുവരുടെയും 45-ാം വിവാഹ വാർഷികവും വലിയ ആഘോഷമായിരുന്നു. 45-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആ ഒരു ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മകൾ ദുൽഖർ ആശംസ അറിയിച്ച് പങ്കുവച്ച പോസ്റ്റും നേരത്തെ തന്നെ ചർച്ചയുമായിരുന്നു. 45 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ചെറിയൊരു ലോകം നിങ്ങൾ സൃഷ്ടിച്ചു. ആ ലോകത്തിന്റെ ഭാഗമാകാനും സ്നേഹം അനുഭവിക്കാനും കഴിഞ്ഞ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. അതിനോടൊപ്പം തന്നെ യാത്രക്കിടെ എടുത്ത മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും ചിത്രങ്ങൾ ദുൽഖർ പങ്കുവച്ചതും വാർത്തയായിരുന്നു. ഇവരുടെ കുടുംബത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ഫാമിലി മാനാണ് മമ്മൂട്ടി. കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ് തനിക്ക് മമ്മൂട്ടി എന്നാണ് സുൽഫത്ത് പറയാറുള്ളത്. കൂടാതെ കുടുംബത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരാളാണ് തന്റെ ഭർത്താവ് എന്ന് പലപ്പോഴും സുൽഫത്ത് പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്വങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ആൾ കൂടിയാണ് മമ്മൂട്ടി എന്നും സുൽഫത്ത് പല കുറി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സുലു എന്നാണ് മമ്മൂട്ടി സുൽഫത്തിനെ വിളിക്കാറുള്ളത്. ഇരുവരും നല്ല സുഹൃത്തുക്കൾ കൂടിയാണ് എന്നാണ് ഇവരുടെ ദാമ്പത്യ വിജയത്തിന്റെ രഹസ്യം. മമ്മൂട്ടിയുടെ സിനിമാ കരിയറിലും വ്യക്തി ജീവിതത്തിലും അന്നും ഇന്നും താങ്ങും തണലുമായി സുൽഫത്ത് നിൽക്കുന്നുമുണ്ട്. മലയാള സിനിമയ്ക്കകത്ത് മാതൃകാ ദമ്പതികളായി മാറിയ മമ്മൂട്ടിയും സുൽഫത്തും മകൾ ദുൽഖർ സൽമാനും ഉൾപ്പെടെയുള്ള യുവാക്കൾക്ക് ഒരു മാതൃക തന്നെയാണ്. മമ്മൂട്ടിയുടെ മകളായ സുറുമി വിവാഹം കഴിച്ചത് കാർഡിയോ വിഭാഗം സർജൻ ഡോക്ടർ മുഹമ്മദ് റഹാൻ സയാദിനെയാണ്. ചെന്നൈയിലെ ആർക്കിടെക്ട് ആയ അമാൽ സൂഫിയാണ് ദുൽഖറിന്റെ ഭാര്യ. അതേസമയം പ്രായത്തിന്റെ പാടുകൾ മനസ്സിലും ശരീരത്തിലും വീഴ്ത്താതെ എല്ലാ വർഷവും കൂടുന്ന അക്കങ്ങളെ പോലെ അമ്പരിപ്പിക്കുന്ന മമ്മൂട്ടിക്ക് പ്രായമാണോ അതോ ഗ്ലാമറാണോ കൂടുന്നതെന്നുള്ള സംശയം ആരാധകർക്കുണ്ട്. ഏറ്റെടുക്കുന്ന വേഷങ്ങളോടുള്ള തന്റെ ആത്മാർത്ഥത ഏത് മേഖലയിലുള്ളവർക്കും കണ്ടു പഠിക്കാവുന്നതാണ്. കുടുംബത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ഫാമിലി മാനാണ് മമ്മൂട്ടി. പൊതുവെ നമ്മുടെ നടന്മാരുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെയും എല്ലാ ആരാധകർക്കും അറിയാം. സോഷ്യൽ മീഡിയയിലൂടെ താരപുത്രിയും അല്ലെങ്കിൽ താരപുത്രന്മാരുടെ വിശേഷങ്ങളെല്ലാം സ്ഥിരം അറിയിക്കാറുമുണ്ട്, ഫോട്ടോകളും കാണാനുണ്ട്. എന്നാൽ മമ്മൂട്ടിയുടെ പ്രിയപ്പെട്ട മകളായ സുറുമി മമ്മൂട്ടിയുടെ മാത്രം ഒരു വിവരവുമില്ല. അഭിനയത്തിന്റെ ഏരിയയിലേക്ക് സുറുമി വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ സുറുമി അങ്ങനെയില്ല. എവിടെയാണ് സുറുമി, എന്താണ് സുറുമി ചെയ്യുന്നത്? വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു ഇന്റർവ്യൂയിലൂടെ സുറുമി തന്റെ വിശേഷങ്ങളും എല്ലാം പങ്കുവച്ചിരുന്നു. എന്തുകൊണ്ടാണ് അഭിനയ ലോകത്തേക്ക് വരാത്തതെന്നും അത് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാപ്പിയും സഹോദരിയും സിനിമാ ലോകത്ത് സജീവമാണ്. ചെറുപ്പം മുതലേ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം സിനിമ മാത്രമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് വന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു സുറുമി. സുറുമി പറഞ്ഞത് ഇങ്ങനെയാണ്: താല്പര്യക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് പേടിയായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് ഒരു ഷൈനസ് തോന്നുമെന്നാണ് സുറുമി പറഞ്ഞത്. അതേസമയം സുറുമി അറിയപ്പെടുന്ന ഒരു ചിത്രകാരി കൂടിയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം പോലും സുറുമിയുടെയും എക്സിബിഷൻ നടന്നിട്ടുണ്ട്. സുറുമി വരച്ച മമ്മൂട്ടിയുടെ ഫോട്ടോയും വൈറലായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ എനിക്ക് വരകളോടായിരുന്നു താല്പര്യം. ബാപ്പച്ചി ഒരിക്കലും അത് ചെയ്യണ്ട എന്നും അല്ലെങ്കിൽ അത് ചെയ്യണമെന്ന് നിർബന്ധിച്ചിട്ടുമില്ല. എന്താണോ ആഗ്രഹം അത് പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. വരയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഫൈൻ ആർട്സ് പഠിച്ചതും. കല്യാണത്തിന് ശേഷം വരകളിൽ നിന്ന് ബ്രേക്ക് എടുത്തെങ്കിലും പിന്നീട് അതിലേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു. മണിപ്പാൽ ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയാക് സർജൻ ആണ് സുറുമിയുടെ ഭർത്താവ് ഡോക്ടർ മുഹമ്മദ് റഹാൻ. 2 മക്കളാണ് ഇവർക്കുള്ളത്. വിവാഹശേഷം അമേരിക്കയിലാണ് ഇവര്. പിന്നീട് ഇവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ഇവിടെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടമെന്നും അല്ലെങ്കിൽ കംഫർട്ട് എന്നും സുറുമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം മമ്മൂട്ടിയുടെ മകൾ സുറുമിയുടെ മെഗാ പിറന്നാൾ സർപ്രൈസ് നൽകിയതുമെല്ലാം ഈ അടുത്ത് തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയുമായിരുന്നു. വാപ്പച്ചിയെ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിൽ ആശങ്കയുണ്ടായിരുന്നു എന്നും എത്രയോ കലാകാരന്മാർ അവരുടെ സ്നേഹം മുഴുവൻ എടുത്തു വരച്ച മുഖം മാത്രമല്ല, ഞാൻ ഇന്നേ വരെ ഒരു പോർട്രേറ്റ് പോലും ചെയ്തിട്ടില്ല എന്നായിരുന്നു സുറുമി പറഞ്ഞിരുന്നത്.